മുത്തശ്ശി പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത്രയും വലിയ സപ്തസാഗരം ഞാൻ എങ്ങനെയാ മറികടക്കുക? ഇതൊന്നും മറികടക്കാൻ ഇവിടെ ഒരു ഷിപ്പ് പോലും ഇല്ലല്ലോ. ഹൗ ഇറ്റ് ക്യാൻ ബി പോസിബിൾ? ഈ സപ്തസാഗരം മറികടന്നാൽ തന്നെ ദ്വീപ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ മായാങ്കിനി എവിടെയാണാവോ? ആരാണ് ആ മായാങ്കിനി? ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തത് മറികടന്നേ പറ്റൂ. ശിവാനിയെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ എന്ത് റിസ്ക്കും ഏറ്റെടുത്തേ പറ്റൂ. തൃശൂൽ, നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഏതറ്റം വരെ പോയിരിക്കൂടാ. സംവത്സരങ്ങൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു. എനിക്ക് ലഭിക്കാതെ പോയ പ്രണയത്തിന്റെ ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്കിങ്ങനെ ലഭിക്കാതെ പോയ പ്രണയത്തിന്റെ സങ്കടം പേറി ഞാൻ അവനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാലാധീശൻ പറഞ്ഞതുപോലെ എനിക്കവനെ തിരിച്ചു കിട്ടാനുള്ള സമയത്തിനായി കാത്തിരിക്കുകയാണ്. എന്റെ പ്രണയത്തിന്റെ കോട്ടയിൽ ആരു തന്നെ വന്നാലും എല്ലാവർക്കും ഞാൻ സർവനാശം വരുത്തിവെക്കുന്നതായിരിക്കും. ഇത് പ്രതികാരത്തിന്റെ യുദ്ധമല്ല, പ്രണയത്തിന്റെ യുദ്ധം. എന്നിൽ നിന്നകന്ന പ്രണയ സാഫല്യത്തിനായി, നാഗലോകത്തെ യുവറാണി എന്ന പട്ടം ലഭിക്കാനായി നടക്കുന്ന സർപ്പകാളക യുദ്ധം. ത്രിവിക്രം ബ്രോ, നേരം വെളുക്കുമ്പോ തന്നെ തുടങ്ങിയോ നീ? എന്നെ ശല്യപ്പെടുത്താതെ നിനക്ക് ഒരു ദിവസം പറ്റില്ല അല്ലേ? വെറുതെ ഒന്നും പറയില്ല ശിവാനി. ഞാനിപ്പോ എന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിട്ടല്ല വന്നത്. അല്ല, എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഒരു ജോലി ഇല്ലാതെ നടക്കണമെന്നാണോ? ഓ, വേറെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ നീ? എപ്പ നോക്കിയാലും എന്റെ പുറകെ തന്നെ അങ്ങ് നടന്നോളണം. അത് വേറൊരു ജോലിയാ. അത് പിന്നീട് ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ ത്രിവിക്രം എവിടെയാണെന്നൊന്ന് പറ. അവിടെ വീട്ടിലെല്ലാവരും അന്വേഷിക്കാം. ത്രിവിക്രം ഇവിടെ ഇല്ലല്ലോ. അവൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എന്ത്? ഇവിടെയും വന്നില്ലേ? എന്തേ? ത്രിവിക്രം വീട്ടിലില്ലേ? എങ്ങോട്ടാ പോയത് അവൻ? അതറിയില്ല. രാവിലെ മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കാണുന്നില്ല. എന്താ നീ പറയുന്നേ?
വീട്ടിലാരോടും പറഞ്ഞിട്ടില്ലേ അവൻ? ആർക്കും ഒന്നും അറിയില്ലേ? ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ത്രിവിക്രമനെ കാണുന്നില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? കല്യാണം വരെ അടുത്ത് വരികയാണല്ലോ. ഈ സമയത്ത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ത്രിവിക്രം എവിടെ പോയതാ നീ? ഇതേതോ പഴയ കൊട്ടാരാന്ന് തോന്നുന്നു. മോസ്റ്റ്ലി ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോ പാമ്പുകൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് പോകുന്ന നല്ലതാണ്. ആരാത്? എന്റെ സ്ഥലത്ത് വന്ന് എന്നോട് തന്നെ ആരാണെന്ന് ചോദിക്കുന്നു. ആദ്യം നീ ആരാണെന്ന് പറയൂ. ഞാൻ പറയാം. ആദ്യം ഇവരോട് എന്നെ ഒന്ന് വിടാൻ പറ. താങ്ക്സ്. ആദ്യം മറുപടി പറയൂ. ആരാണ് നീ? ഇവിടേക്ക് എന്തിനു വന്നു? ഈ മായാങ്കിനി എന്ന് പറയുന്നത് നിങ്ങളാണോ? സത്യം പറയൂ. ആരാണ് നീ? എന്താണ് നിന്റെ ഉദ്ദേശം? അത് എന്നെ മുത്തശ്ശി പറഞ്ഞു വിട്ടതാ. അതായത് എന്നെ മഹാമായി പറഞ്ഞു വിട്ടതാ. മഹാമായിയോ? മഹാമായിക്കും നിനക്കും എന്താണ് ബന്ധം? അവനെന്റെ മുത്തശ്ശിയാ. ഞാനിപ്പോ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. നിങ്ങളുടെ അടുത്തൊന്ന് സഹായം ചോദിക്കാനാണ് മുത്തശ്ശി പറഞ്ഞത്. മഹാമായിയുടെ പേര് പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? നീ മഹാമായിയുടെ കൊച്ചുമകനാകാൻ ഒരു സാധ്യതയുമില്ല. അവൾ ഇതുവരെ എന്നോട് നിന്റെ കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണോ നീ? എന്റെ കോപം നിനക്കിനിയും മനസ്സിലായിട്ടില്ല. എന്റെ കോപത്തിനിരയായാൽ കാർക്കോടക വിഷം നിമിഷം കൊണ്ട് നിന്റെ ശരീരത്തിൽ കയറും. ഞാൻ പറഞ്ഞൊക്കെ സത്യ. മുത്തശ്ശി എന്നെ കൂടെ പറഞ്ഞു വിട്ടെ. നോക്ക്, എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കാൻ നിൽക്കരുത്. എന്റെ ഉള്ളിലെ ഉഗ്ര വിഷമേറ്റാൽ മരണമായിരിക്കും ഫലം. മരിക്കാനായി തയ്യാറായിക്കൊള്ളൂ. എനിക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറഞ്ഞ സത്യം. പ്ലീസ്. ശരി മുത്തശ്ശി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. കൊച്ചുമകനെ, വീണ്ടും എടുത്തു ചാടുകയാണ് നീ. സമാധാനമായിരിക്കെ. എന്താ മുത്തശ്ശി, എന്താ പറ്റി? ഞാനിപ്പോ ആ മായാങ്കിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ലേ? പോകണം. എന്നാൽ അവളുടെ സഹായം നിനക്ക് ലഭിക്കണമെങ്കിൽ അവൾക്ക് നിന്റെ മേലൊരു വിശ്വാസം വരണം. മുത്തശ്ശി പറഞ്ഞു വിട്ടെന്ന് പറയാം. അപ്പൊ അവർ വിശ്വസിക്കില്ലേ? വെറും വാക്കുകൾ കൊണ്ട് പോരാ കൊച്ചുമകനെ.
തെളിവുകളും കൂടി വേണം. തെളിവോ? തെളിവിനിപ്പോ എന്താ ഉള്ളേ? പോകൂ. ആ മണ്ഡപത്തിന്റെ താഴെ ഒരു ചുവപ്പ് തുണി കെട്ടിയ പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്തൊരു മോതിരവുമുണ്ട്. അതെടുത്തുകൊണ്ടുപോയി അവളെ കാണിക്ക്. എങ്കിൽ മാത്രമേ അവള് നിന്നെ വിശ്വസിക്കൂ, നിനക്ക് സഹായം ചെയ്യുകയുമുള്ളൂ. ശരി മുത്തശ്ശി. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്. ഈ മനുഷ്യരെല്ലാരും ഇങ്ങനെയാ. ആദ്യം നാഗങ്ങളെ വല്ലാതെ അങ്ങ് നോവിക്കും, അതിനുശേഷം ക്ഷമ ചോദിച്ച് കാല് പിടിക്കും. ഈ മായാങ്കനയുടെ അടുത്ത അഹങ്കാരം കാണിക്കുന്നവരോട് പ്രതികാരം ചെയ്യുകയല്ലാതെ ക്ഷമ നൽകില്ല. തെളിവ് കാണിക്ക്, എന്നിട്ട് മതി ബാക്കി സംസാരം. ഈ മായാദ്വീപിലേക്ക് വന്നത് നിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും, എന്നാൽ തിരിച്ചുപോക്ക് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് തെളിവുകളല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. ഈ പാമ്പുകളുടെ പിടിയൊന്ന് പിടിപ്പിക്കും. താങ്ക്സ്. തെളിവ് ആ, അത് അഭിനയിക്കുന്നു. ഈ ഭൂമിയിലെ മനുഷ്യരുടെ സ്വഭാവം ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. നിങ്ങളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഇപ്പോഴെങ്കിലും എന്നെ വിശ്വാസമായോ? ഞാൻ ആരെന്ന് മനസ്സിലായോ? എന്റെയും മഹാമായിയുടെയും ബന്ധമെന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അവളോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യമായിട്ടും അവൾ പറഞ്ഞു വിട്ടതാണോ? മഹാമായി പറഞ്ഞു വിട്ടത് സത്യമാണെങ്കിൽ ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ്. തൃശൂൽ, രാത്രിയിൽ അവൻ വീട്ടിലുണ്ടായിരുന്നോ? നീ അവനെ കണ്ടായിരുന്നോ? രാത്രിയിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ കിടന്നുറങ്ങിയതും. പക്ഷെ കാലത്ത് എഴുന്നേറ്റ് കാണുന്നില്ല. രാത്രി അവൻ നിന്റെ അടുത്ത് കിടക്കുമ്പോ ഉറക്കത്തിന് ബോധമില്ലാതെ നീ വലത് വിളിച്ച് പറഞ്ഞായിരുന്നോ? അതുകൊണ്ട് ചിലപ്പോ ദേഷ്യപ്പെട്ട് പോയതായിരിക്കും. പറ, എന്താ നീ പറഞ്ഞേ? എന്റെ പിന്നാലെ നടക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വെറുതെ ഇരിക്കേണ്ട ശിവാനി, ഇല്ലാത്തൊന്നും പറയാൻ നിൽക്കല്ലേ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ ആരോടും പറയാതെ എങ്ങോട്ടും പോവാറില്ലല്ലോ. എനിക്കും അതന്നെ മനസ്സിലാവാത്തത്. ഇത് എവിടെ പോയെന്നറിയില്ലല്ലോ. ഹലോ ശിവാനി, ത്രിവിക്രമൻ വന്നിരുന്നു മോളെ അവിടെ? ഇല്ല അങ്കിൾ. തൃശൂലോ? ആ, ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം അങ്കിൾ. തൃശൂൽ, ശിവാനിയോട് നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ത്രിവിക്രമൻ അവന്റെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോരെ. ശരി അച്ഛാ. ശിവാനി, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ത്രിവിക്രം ചിലപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിലെങ്ങാൻ പോയതായിരിക്കും. ഇന്നാണെങ്കിൽ ബാച്ചിലർ പാർട്ടിയല്ലേ, അതിന് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയതായിരിക്കും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വിശ്വാസമില്ലേ? വരും. ശരി, ഇന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, വേഗം വന്നേക്കണേ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും.
ബൈ. അപ്പൊ സത്യമായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കോ? അവളുടെ കൊച്ചുമകനാണെങ്കിൽ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാ? എന്ത് സഹായമാണ് വേണ്ടത്, പറയൂ. ഞാനൊരു പെൺകുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റുള്ളൂ. അവൾ ഒരു കാരണവശാലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ പ്രണയത്തിന് എന്റെ സഹായമോ? നീ മനുഷ്യനാണ്. ആ, നിന്നെ ഞാൻ സഹായിക്കണമെന്നോ? അതും പ്രണയത്തിന്റെ കാര്യത്തിൽ? നിനക്ക് നിന്റെ പ്രണയം ലഭിക്കണമെങ്കിൽ അവളുടെ അടുത്ത് പോയി ചോദിക്ക്, അവളെ സമ്മതിപ്പിക്ക്. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അവൾക്കെന്നെ ഇഷ്ടമാണ്. അവളെ സമ്മതിച്ചെന്ന് പറയുന്നു, നിനക്ക് കിട്ടണമെന്ന് പറയുന്നു. നിന്റെ നാവിനെ പിടിച്ചു നിർത്താൻ നിനക്ക് പറ്റില്ലേ? പ്രണയത്തിനെ പറിച്ചെടുക്കാൻ നോക്കുന്ന ആ ദുഷ്ടൻ ആരാണ്? പറയൂ. അവന്റെ സംഹാരം ഉറപ്പാണ്. അവൻ നിങ്ങൾ കൊല്ലോ? പ്രണയം പിടിച്ചെടുക്കാൻ നോക്കുന്നവർക്ക് മരണത്തേക്കാൾ കുറഞ്ഞ ശിക്ഷ ഒന്നും തന്നെയില്ല. പ്രണയിക്കുന്നവരെ നഷ്ടപ്പെട്ടു പോയാൽ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് എനിക്കും അറിയാം. എത്രയോ സംവത്സരങ്ങൾ കൊണ്ട് എന്റെ പ്രണയ സാഫല്യത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അതെന്തെങ്കിലും എനിക്ക് ലഭിക്കും. നിങ്ങൾക്കും പ്രണയം ഉണ്ടായിരുന്നോ? ആരത്? നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അത് പറയും. അവനെ അങ്ങ് കൊന്നുകളഞ്ഞ പോരെ, നിന്റെ പ്രണയം നിനക്ക് ലഭിക്കുകയും ചെയ്യും. ഏയ്, അവനെ കൊല്ലൊന്നും വേണ്ട. ഞങ്ങളുടെ കല്യാണം കഴിയുന്നവരെ അവനെ ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റിയാൽ മതി. നീ അവനെ കൊല്ലണ്ട എന്ന് പറയുന്നു. എനിക്കവനെ കൊല്ലുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. ഈ മായാങ്കന ഒരു തവണ തീരുമാനിച്ചാൽ അത് ഉറപ്പാണ്. അവന്റെ മരണമുറപ്പ്. നീ തന്ന ഈ മോതിരം എനിക്ക് അങ്ങോട്ടുള്ള വഴി കാണിക്കും. ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നിനക്കിവിടുന്ന് പോകാം. മുതലാളി, ത്രിവിക്രമൻ എങ്ങോട്ട് പോയതായിരിക്കും? എവിടെയാന്നോർത്തൊന്ന് അന്വേഷിക്കുക. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് അന്തീശ. ഗുരുക്കളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തോടെങ്കിലും ചോദിക്കായിരുന്നു. അദ്ദേഹവും ഇല്ല. ഇനിയിപ്പോ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. എന്താ എവിടെയാന്നൊക്കെ ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇനിയിപ്പോ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് പോയതാണോ ആവോ? അങ്ങനെ ചോദിക്കാതെയും പറയാതെയും പോകാനുള്ള പേഴ്സണൽ കാര്യങ്ങൾ അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എന്ത് തന്നെയായാലും എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. പേടിയോ? എന്തിന്? പേഴ്സണൽ കാര്യത്തിനല്ല പോയിട്ടുള്ളതെങ്കിൽ ഇനി നാഗലോകത്തിലുള്ളവരാരെങ്കിലും ത്രിവിക്രമനെ ഏയ് നോനോ, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ആലോചിക്കുന്നത്? നാഗലോകത്തുള്ളവര് അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. മാത്രമല്ല, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അവനിങ്ങനെ തിരിച്ചു വന്നോളും. നന്ദീശ, തൃശ്ശൂലോടെ ശിവാനി മാഡത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ഓ ശരി ശരി ശരി. എന്ത് പറ്റി മുതലാളി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ. ഞാനിനി നാഗലോകത്തുള്ളവരെ നന്നായി ശ്രദ്ധിക്കണം. അവരെ കല്യാണം മുടക്കാൻ പല വഴികളും നോക്കും. എത്രയും വേഗം തൃശ്ശൂർ വഴി ആദിശേഷനെ കണ്ടുപിടിച്ച് അവന്റെ കഥ അവസാനിപ്പിക്കണം. മുതലാളി, എന്താ മുഖത്ത് വല്ലാത്ത ടെൻഷൻ? ഒന്നുമില്ല. ത്രിവിക്രമൻ എവിടേക്ക് പോയതായിരിക്കും എന്ന് ഞാൻ വെറുതെ ആലോചിച്ചോണ്ട് നിന്നാ. കണക്ഷൻ കൊടുത്തായിരുന്നു ഇതിന്. വേഗം ഔട്ടെ. റൈറ്റ്, ഇതൊന്ന് നോക്കി. ഇവിടെ നിന്ന് ശരിയാക്ക്. സർ വേഗം. സോറി മാഡം, ഈ ടേബിൾ ആയോ? ഈ ടേബിൾ ശരിയാക്ക്. അത് ശരിയാക്ക്, പെട്ടെന്നാവട്ടെ. വേഗം വേഗം ആവട്ടെ, സമയമില്ല. ഓഹോ, ആഗ്രഹിച്ച ആള് മുന്നിലെത്തിയല്ലോ. നമസ്കാരം മാഡം. എന്താണ് ഇത്ര നേരത്തെ ഇങ്ങ് വന്നേ? പാർട്ടി വൈകിട്ടല്ലേ? എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? എനിക്കും നിന്നെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ ജോലിക്കിടയിൽ ഒരുപാട് ബിസി ആയിപ്പോയി. എന്നാലും നീ ഇവിടേക്ക് വന്നല്ലോ, അത് മതി. നിനക്ക് മനസാക്ഷി എന്ന് പറയുന്നതില്ലേ? എന്ത് ശിവൻ ഇങ്ങനെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? നിന്നെ കെയർ ചെയ്യുന്നതാണ് എന്റെ തെറ്റ്. ത്രിവിക്രം എവിടെയാണെന്ന് അറിയില്ല. നീ ഇവിടെ സമാധാനമായിട്ട് നിൽക്കാണല്ലോ. നിനക്കൊന്നും തോന്നുന്നില്ലേ?